السلام عليكم. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. ജൂൺ 5 വെള്ളി വെളിച്ചത്തിൻ്റെ ധന്യത പരിസ്ഥിതി ബോധം നൽകുന്നതായിരുന്നു. ഇതിലെ ചെറിയ മക്കൾ 2 ദിവസം മുമ്പ് തിരക്കിട്ട വരയിലും രചനയിലുമാണ്. എന്താണത് ഞാൻ ചോദിച്ചു. അതെ, ടീച്ചറുടെ നിർദ്ദേശപ്രകാരം പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് അവർ ചില ആവിഷ്കാരങ്ങൾ നടത്തുകയാണ്. ഒരാശയം ഒന്ന് ശുദ്ധീകരണത്തെയും മറ്റൊന്ന് മാലിന്യങ്ങൾ മാറ്റി സ്ഥാപിക്കുന്നതിനെ കുറിച്ചുമായിരുന്നു. നമ്മുടെ ഈ ലോകം എത്ര മനോഹരം. ഈ ശബ്ദം റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ പുറത്തേക്ക് ശ്രദ്ധിക്കുകയാണ്. മഴത്തുള്ളികൾ വീണുകൊണ്ടിരിക്കുന്നു. വൃക്ഷലതാദികൾ, ഇതര വൃക്ഷങ്ങൾ, പുല്ലുപുഷ്പങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഭൂമിയുടെ മനോഹാരിതയും ദർശിക്കുകയാണ്. ഈ ഭൂമിയുടെ സംരക്ഷണം പടച്ചതമ്പുരാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയല്ലേ. പ്രകൃതിയുടെ സംരക്ഷണം നമ്മുടെ ബാധ്യതയല്ലേ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്നുകൊണ്ട് ഈ ഭൂമിയിലേക്കാണ് വന്നത്. ഇവിടെ താമസിക്കാൻ ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ജനനേന്താവായ അല്ലാഹു ഏർപ്പെടുത്തി. വസ്തഅമറക്കും ഫിഹ, ഇതിൻ്റെ പരിപാലനം നമ്മുടെ ചുമതലയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുമ്പോൾ ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താനും സംരക്ഷണം ഉറപ്പാക്കുവാനും മനുഷ്യ വിഭാഗത്തിന് അതിശക്തമായ ബാധ്യതയുണ്ട്. അല്ലദീ ജഅല ലക്കുമുൽ അർള മഹദ വസലക ലക്കും ഫീഹാ സുബുല വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ്നാ ബിഹി അസ്വാജൻ മിൻ നബാത്തിൻ ശത്താ കുലൂ വർഉ അൻആമക്കും. ഈ ഭൂമിയെ അല്ലാഹു തആല ഒരു തൊട്ടിലാക്കി, ഇതിൽ വഴികൾ അല്ലാഹു നിശ്ചയിച്ചു. ആകാശത്തു നിന്നുകൊണ്ട് ജലം അല്ലാഹു ഇറക്കി, അതുവഴി വിവിധ ഇനങ്ങൾ പുല്ലുപുഷ്പങ്ങളും ചെടികളുമൊക്കെ അല്ലാഹു ഇവിടെ വിഭാവനം ചെയ്തു. കുലു, നിങ്ങൾ ഭക്ഷിക്കുക, വർഉ അൻആമക്കും, നിങ്ങളുടെ കാലികളെ നിങ്ങൾ നന്നായി പരിപാലിക്കുകയും ചെയ്യുക. അപ്പോൾ ഭൂമുഖത്തുള്ള കാലികൾ, പക്ഷി മൃഗാദികളൊക്കെ അതിനെ നാം അട്ടിയോടിക്കേണ്ടതോ നശിപ്പിക്കേണ്ടതോ അല്ല. അതിന് നശീകരണം സംഭവിക്കുന്ന വിധത്തിലുള്ള പ്രകൃതിക്ക് എതിരായി ഭവിഷ്യത്ത് വരുന്ന പ്രവർത്തനങ്ങളിലും നാം ഏർപ്പെടാൻ പാടില്ല എന്നൊരു സൂചന കൂടി നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാനില്ലേ. അപ്പോൾ നമ്മുടെ രാജ്യത്ത് വിവിധ ഇനം പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു, വന്യമൃഗങ്ങൾ. അതിനെല്ലാം കൂട്ടനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ ഈ പരിസ്ഥിതി ദിനത്തിൽ എല്ലാ രീതിയിലുമുള്ള അനുകൂല സാഹചര്യങ്ങൾ പ്രകൃതിക്ക് ഒരുക്കി കൊടുക്കാൻ നാം ഒക്കെ ബദ്ധശ്രദ്ധരാണ് എന്ന് പ്രഖ്യാപിക്കാൻ നമ്മളെല്ലാവർക്കും കഴിയണം. അമേരിക്കയിലെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞന്മാർ മുമ്പ് നടത്തിയ ഒരു പഠനം, അവർ പറയുന്നത് ഭൂമി അനുദിനം ചൂട് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ ഒരു ഗ്രഹമാണിത്. അതിവിദൂരമല്ലാത്ത ഒരു കാലഘട്ടത്ത് ഈ ചൂട് പരിധി ഭേദിച്ച് ജീവജാലങ്ങൾ മുഴുവനും അപകടത്തിലാകുമെന്ന മുന്നറിയിപ്പാണ് അവർ നൽകുന്നത്. ഭൂമിയിലെ മണ്ണിനും സസ്യലതാദികൾക്കും കാർബൺ ഓക്സിഡൈസിന്റെ ധാരാളിത്തം മൂലം സന്തുലനം നടത്താൻ കഴിയുന്നില്ല എന്നവർ നിരീക്ഷിക്കുകയാണ്. അതെ, വളരെ വിരോധാഭാസം. എന്നാൽ പ്രകൃതിയെ തകർത്ത് പരിസ്ഥിതിയെ ചോദ്യം ചെയ്യുന്ന വലിയ വലിയ ഭീകര നീക്കങ്ങൾ അമേരിക്കയിൽ ധാരാളം നടക്കുന്നു എന്നത് മറ്റൊരു സത്യമാണ്. ഇതിരിക്കട്ടെ, വരാനിരിക്കുന്ന ചില സാഹചര്യങ്ങൾ ശാസ്ത്ര വിഭാഗം ഇവിടെ മുന്നറിയിപ്പ് നൽകുന്നത് എങ്കിൽ ആധുനിക കാലഘട്ടത്ത് ജനങ്ങളുടെ ചില ദുർമോഹങ്ങൾ, എന്തും നേടണം, എല്ലാം സമ്പാദിക്കണം, തനിക്ക് വളരണം, ലോകം വേറെ എന്തുമായാലും കുഴപ്പമില്ല എന്ന ചില വൃത്തികെട്ട ലക്ഷ്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവൻ്റെ അഹങ്കാരം വഴി, അഹന്തത വഴി ഇവിടെ പല പ്രകൃതിക്കും കോട്ടം വരുന്നു എന്ന ഒരു വസ്തുത, ഒരു യാഥാർത്ഥ്യം മറക്കാൻ കഴിയില്ല. എത്രത്തോളം എന്നാൽ പരിശുദ്ധ മതത്തിൻ്റെയൊക്കെ ശുദ്ധിയെക്കുറിച്ച് പറഞ്ഞ പാഠങ്ങൾ ഓർക്കുമ്പോൾ മാലിന്യങ്ങൾ
പേറി വൃത്തികേടുകൾ സൃഷ്ടിച്ച് പരിസരങ്ങൾ വൃത്തിഹീനമാക്കുന്ന മലിനമാക്കുന്ന ഒരു പ്രക്രിയ പലതിൻ്റെയും പേരിൽ അതിന്ന് ധാരാളമായിക്കൊണ്ട് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥാവിശേഷമാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്ഹൂറു ശത്രുൽ ഈമാൻ, ശുദ്ധി വിശ്വാസത്തിൻ്റെ അർത്ഥഭാഗമാണ് എന്ന് ഇസ്ലാമിൻ്റെ തത്വം അതിവിടെ വളരെ പ്രസക്തമായി നിലനിൽക്കുകയാണ്. കരൾ മാലിന്യം നോക്കുക, വീടുകൾ, സ്ഥാപനങ്ങൾ, വ്യവസായശാലകൾ എന്നിവിടങ്ങളിൽ നിന്നൊക്കെ പുറന്തള്ളുന്ന വസ്തുക്കൾ നമ്മൾ കരമാലിന്യമായി കാണുകയാണ്. പേപ്പർ, പ്ലാസ്റ്റിക്, ഗ്ലാസ്, ലോഹം, അതുപോലെ വേറെ പല മെറ്റീരിയലുകൾ, നിർമ്മാണ അവശിഷ്ടങ്ങൾ എന്നിങ്ങനെ വിവിധതരം വസ്തുക്കളൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ടല്ലോ. നമ്മൾ പറഞ്ഞു വന്നത് കരമാലിന്യത്തെക്കുറിച്ചാണെങ്കിൽ ദ്രവമാലിന്യവും നാം വായിച്ചറിയാറില്ലേ? രാസവസ്തുക്കളും അതുപോലെ തന്നെ വളരെ അണുക്കൾ അടങ്ങിയ ദ്രാവങ്ങളൊക്കെ നമ്മുടെ ആരോഗ്യത്തിനൊക്കെ ഭീഷണിയായി വരുന്നു. പല രോഗങ്ങളും സൃഷ്ടിക്കാൻ കാരണമായി തീരുന്നു. മലിനജലങ്ങളുടെ പ്രശ്നങ്ങൾ, ശുദ്ധിയില്ലാത്ത, അതുപോലെ കൊതുക് പോലെയുള്ള ചില വസ്തുക്കളൊക്കെ നമ്മൾ വാർത്തകളിൽ എപ്പോഴും വായിക്കാറുണ്ടെങ്കിൽ ഇവിടെയെല്ലാം പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ വാർത്തകൾ നാം വായിക്കുമ്പോൾ ശുദ്ധിയുടെ അഭാവം നിലനിൽക്കുകയാണ്. മനുഷ്യൻ്റെ ജാഗ്രത കുറവ് ഇവിടെ പ്രകടമാക്കുകയാണ്. അതിനെന്ത് വേണം? തീർച്ചയായിട്ടും ശുദ്ധി, പരിസര മലിനീകരണത്തിനെതിരുള്ള ഒരു ബോധം എല്ലാവരിലും ഉയർന്ന നിലയിൽ ഉണ്ടാകൽ വളരെ വളരെ ആവശ്യമാണ്. നമ്മുടെ ഭൂമിയിലെ സസ്യങ്ങളും വൃക്ഷങ്ങളുമൊക്കെ മനോഹരമല്ലേ? അത് വെട്ടി നശിപ്പിച്ചുകൊണ്ട് വനനശീകരണത്തിലൂടെ ഇവിടെ ഉണ്ടാകുന്ന ചില പ്രകൃതി ദുരന്തങ്ങളൊക്കെ വാർത്തയാകുമ്പോൾ അവിടെയും മനുഷ്യന്റെ ദുർമോഹങ്ങളല്ലേ നിഴലിച്ചു നിൽക്കുന്നത്? അതെ, ഖുർആൻ പറഞ്ഞിട്ടില്ലേ, അവർ തിരിഞ്ഞു വരുമ്പോൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കും, കൃഷിയൊക്കെ അവർ നശിപ്പിച്ചെന്നിരിക്കും. അല്ലാഹു തആല ഈ വിപ്ലവമൊന്നും ഇഷ്ടപ്പെടുന്നില്ല. വിശുദ്ധ ഖുർആൻ മുന്നറിയിപ്പ് നൽകുമ്പോൾ ഇവിടെ സസ്യലലാദികളൊക്കെ, കൃഷിയിടങ്ങളൊക്കെ തകർക്കുന്ന ചില വെക്കൂത്തുകൾ, ചില മനുഷ്യത്വ രഹിത മൃഗീയ നടപടികൾ അരങ്ങേറും എന്നാണല്ലോ ഖുർആന്റെയും മുന്നറിയിപ്പ് നൽകുന്നത്. അതേസമയത്ത് മതം നമ്മെ പഠിപ്പിച്ചത് എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വാചകം നമുക്ക് ശ്രദ്ധിക്കാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ മുസ്ലിമിൻ യഗ്രിസു ഗർസൻ ഔ യസ്റഉ സർഅൻ ഫയഅകുലു മിൻഹു തൈറുൻ ഔ ഇൻസാൻ ഔ ബഹീമത്തുൻ ഇല്ലാ കാന ലഹു ബിഹി സദഖ. ഒരു വിശ്വാസി ഒരു വൃക്ഷം കുഴിച്ചിട്ടു അല്ലെങ്കിൽ കൃഷി ചെയ്തു, അതിൽ നിന്ന് പക്ഷിയോ മനുഷ്യനോ മൃഗമോ ഭക്ഷിച്ചെന്നിരിക്കട്ടെ, അത് അവനക്ക് ദാനമായി പുണ്യകർമ്മമായി മാറുമെന്ന് ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഒരു ഹദീസ് പഠിപ്പിക്കുന്നു. അതെ, അന്ത്യനാൾ സംഭവിക്കാൻ പോകുന്നു എന്ന വിവരം കിട്ടി, എന്നാൽ ഒരു ചെടി കുഴിച്ചിടാൻ കഴിഞ്ഞാൽ അത് നിർവഹിക്കട്ടെ എന്ന പ്രവാചകന്റെ അധ്യാപനം വളരെ ശ്രദ്ധേയമല്ലേ? നമുക്ക് ഒരു വാചകം കൂടി ഇവിടെ ശ്രദ്ധിക്കാം. മരണശേഷം ഒരാൾ ഖബറിൽ കേൾക്കുമ്പോൾ അയാൾക്ക് പ്രതിഫലം കിട്ടുന്ന 7 കാര്യങ്ങൾ. മൻ അല്ലമ ഇൽമൻ, വിജ്ഞാനം പകർന്നു കൊടുത്തു. ഔ അജ്റാ നഹറൻ, അല്ലെങ്കിൽ ഒരു തടാകം അവൻ തീർത്തു. ഔ ഹഫറ ബീറാൻ, ഒരു കിണർ കുഴിച്ചു. ഔ ഖറസ നഹറൻ, അല്ലെങ്കിൽ ഈന്തപ്പന വൃക്ഷം കുഴിച്ചിട്ടു. ഔ ബനാ മസല്ലി, പള്ളി നിർമ്മാണത്തിൽ പങ്കാളിയായി. ഔ തറക്ക വലുതൻ യസ്തഫുൽഹു, അല്ലെങ്കിൽ ഇവനക്ക് വേണ്ടി മാപ്പിനെ ചോദിക്കുന്ന, പൊറുക്കനെ തേടുന്ന സന്താനത്തെ ഇവിടെ അവശേഷിപ്പിച്ചു. പിമ്പായി നോത്തി. ഔ വർറസ മുസാഫിൻ, അല്ലെങ്കിൽ മുസാഫ് ദാനമായി നൽകി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹദീസിൽ എണ്ണി പറയുമ്പോൾ ഇവിടെ വൃക്ഷങ്ങൾ, അതുപോലെ കിണർ, വെള്ളം, സമുദ്രം, നദി, തടാകം, ഇതിൻ്റെയൊക്കെ അനിവാര്യതയും അതിൻ്റെയൊക്കെ പ്രസക്തിയും ഏറെ ചിന്തിക്കേണ്ടതല്ലേ? അതുകൊണ്ട് തന്നെ നമ്മുടെ തടാകങ്ങൾ, നമ്മുടെ നദികൾ, നമ്മുടെ തോടുകൾ, നമ്മുടെ പുഴകൾ, അതെല്ലാം സജീവമായി ഇവിടെ വൃത്തികേടില്ലാതെ ശുദ്ധിയോടുകൂടി മലിനപ്പെടുത്താതെ നിലനിന്നുകൊണ്ട് പ്രകൃതിയുടെ സംരക്ഷണത്തിൽ എല്ലാവരും ഒത്തൊരുമിച്ച് പാരസ്പര്യത്തോടെ
ഇതിൻ്റെ ഗൗരവങ്ങൾ മനസ്സിലാക്കി മുന്നേറാൻ ഈ പരിസ്ഥിതി വേളയിൽ എല്ലാവരും പ്രതിജ്ഞാപ്തരാകേണ്ടതുണ്ട് എന്നത് ഇവിടെ വളരെ പ്രാധാന്യത്തോടെ സൂചിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഇതിലേക്ക് എല്ലാവരും വളരെ വളരെ ജാഗ്രതയോടെ മുന്നോട്ട് വരണം എന്നതുകൂടി അവസരോചിതം ഇവിടെ സൂചിപ്പിക്കുകയാണ്. പരിസ്ഥിതി സംരക്ഷണം നമ്മുടെ മതത്തിൻ്റെ ഒരു ആജ്ഞ കൂടിയാണ്, മതദർശനങ്ങളുടെ ഒരു കൽപ്പന കൂടിയാണ് എന്ന നിലയ്ക്ക് നാം പ്രകൃതി വിഭവങ്ങൾ മലിനമാക്കാതെ, അത് ചൂഷണം ചെയ്യാതെ എപ്പോഴും പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ സൂക്ഷിപ്പുകാരായി, അതിൻ്റെ വാഹകരായി നമ്മൾ എന്നുമെന്നും ബദ്ധശ്രദ്ധാകണം. ജനങ്ങൾ വിശ്രമിക്കുന്ന തണൽ ഇടങ്ങൾ, പൊതുവഴികൾ, വെള്ളമെടുക്കുന്ന സ്ഥലങ്ങൾ ഇവിടെയൊന്നും വിസർജനം നടത്തരുത് എന്ന മതത്തിൻ്റെ നിർദ്ദേശം അതെത്ര പ്രകൃതി സംരക്ഷണത്തിന് നമുക്ക് നൽകുന്ന സൂചനകളാണ്. അതെ, എപ്പോഴും ജനങ്ങളുടെ പാരസ്പര്യമുള്ള കൂട്ടായ്മകൾ, ആർക്കും കോട്ടം തട്ടാതെയുള്ള നീക്കങ്ങളുമാണ് ഈ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന ഒരു യാഥാർത്ഥ്യം കൂടി പരിഗണിച്ച് നമുക്ക് പ്രകൃതിയോട് ഒട്ടി നിൽക്കാം. നമ്മുടെ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ എല്ലാ നിലയ്ക്കുമുള്ള വിജയത്തിന് പാരസ്പര്യം തീർത്തുകൊണ്ട് ദുർമോഹങ്ങൾക്ക് അവധി നൽകി നമുക്ക് ജാഗ്രതയോടെ മുന്നോട്ട് നീങ്ങാം. ജഗന്നിയന്താവായ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വാഹു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.